നമസ്കാരം. ഇന്ന് നമുക്ക് മെഷീൻ കണക്ഷനെക്കുറിച്ചും സീലിങ്ങിനെക്കുറിച്ചും പറയാം. ബാലറ്റ് യൂണിറ്റിനും VVPAT മെഷീനും കേബിളുകൾ ഉണ്ടെങ്കിലും കൺട്രോൾ യൂണിറ്റിന് സ്വന്തമായി കേബിളില്ല. കൺട്രോൾ യൂണിറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ചിനടുത്ത് തന്നെയാണ് കണക്ഷൻ നൽകേണ്ടത്. എന്നാൽ VVPATൻ്റെ പിറകിൽ ഒരു കണക്ഷൻ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് തുറന്ന് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ബാലറ്റ് യൂണിറ്റിൽ നിന്നും VVPATലേക്കും VVPATൻ്റെ കേബിൾ കൺട്രോൾ യൂണിറ്റിലേക്കുമാണ് കണക്ഷൻ ആയി നൽകേണ്ടത്. കണക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് റെഡ് ബ്ലാക്ക് നിറത്തിലുള്ള ഭാഗങ്ങൾ കാണാം. റെഡ് ടു റെഡ്, ബ്ലാക്ക് ടു ബ്ലാക്ക് എന്ന രൂപത്തിലാണ് കണക്ഷൻ നൽകേണ്ടത്. ഡിസ്കണക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗവും പ്രസ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യണം. അതേസമയം കണക്റ്റ് ചെയ്യുമ്പോൾ വയറിൽ മാത്രമേ സ്പർശിക്കാവൂ. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ ബാലറ്റ് യൂണിറ്റും VVPAT മെഷീനും ചിത്രത്തിൽ കാണുന്ന പോലെയാണ് വെക്കേണ്ടത്. വോട്ടറുടെ വലതുഭാഗത്ത് ബാലറ്റ് യൂണിറ്റും ഇടതുഭാഗത്ത് VVPAT മെഷീനും വരണം. കൺട്രോൾ യൂണിറ്റ് തേർഡ് പോളിംഗ് ഓഫീസറുടെ മേശപ്പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. വോട്ടർമാർ കേബിളുകൾ തട്ടി വീഴരുത്, ഫ്രീ മൂവ്മെൻറ്റ് ഉറപ്പുവരുത്തണം. അതേസമയം കേബിളുകൾ മറച്ചു വെക്കുകയും അരുത്. ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഓൺ ചെയ്യേണ്ടത് VVPAT ആണ്. അതായത് VVPAT അൺലോക്ക് ചെയ്യുന്നു, അതിനുശേഷം കൺട്രോൾ യൂണിറ്റ് ഓൺ ചെയ്യുന്നു. ഓഫ് ചെയ്യുമ്പോൾ ആദ്യം കൺട്രോൾ യൂണിറ്റ് ഓഫ് ചെയ്യുന്നു, അതിനുശേഷം VVPAT ലോക്ക് ചെയ്യുന്നു. ഇക്കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓൺ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ, ചാർജ് വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിനുശേഷം കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റിനെയും VVPAT മെഷീനെയും ചെക്ക് ചെയ്യും. ബാലറ്റ് യൂണിറ്റ് ഈസ് റെഡി, VVPAT ഈസ് റെഡി, ഫൈനലി EVM ഈസ് റെഡി എന്നുള്ള മെസ്സേജ് നമുക്ക് കിട്ടും. ചിത്രത്തിൽ കാണുന്നതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ. സ്ക്രീനിനടുത്ത് കാണുന്ന ചുവന്ന ലൈറ്റ് ബിസി ലാമ്പാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പച്ച ലൈറ്റ് കത്തുന്നതായിരിക്കും. ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ബിസി ലാമ്പ് ഓണാവുന്നതും തുടർന്ന് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ വോട്ട് ചെയ്തതിനു ശേഷം ബീപ്പ് സൗണ്ടിനൊപ്പം ബിസി ലാമ്പ് ഓഫ് ആവുന്നതുമാണ്. അതോടുകൂടി വോട്ട് മെഷീനിൽ റെക്കോർഡ് ചെയ്യപ്പെടും. മുകളിൽ ഒരു ബാറ്ററി സെക്ഷൻ കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൺട്രോൾ യൂണിറ്റിൻ്റെ അത് സീൽഡ് ആയിരിക്കും. അതിൻ്റെ വലതുഭാഗത്തായി ഒരു കാൻഡിഡേറ്റ് സെറ്റ് പോർഷൻ ഉണ്ടായിരിക്കും. അതും സീൽഡ് ആയിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. റിസൾട്ട് സെക്ഷൻ ഡോർ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഭാഗം ഒരു ഔട്ടർ ഡോറും ഒരു ഇന്നർ ഡോറും ഉൾക്കൊള്ളുന്നതാണ്. മോക്ക് പോളിന് ശേഷം നമ്മൾ ഈ ഭാഗം സീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പുറത്ത് എല്ലാ സമയവും നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് ബട്ടണുകൾ ടോട്ടൽ ബട്ടണും ബാലറ്റ് ബട്ടണുമാണ്. റിസൾട്ട് സെക്ഷനകത്ത് ഒരു ക്ലോസ് ബട്ടൺ, അതുപോലെ തന്നെ റിസൾട്ട് ബട്ടൺ, ക്ലിയർ ബട്ടൺ എന്നിവയ്ക്ക് പുറമെ ഒരു പ്രിൻ്റ് ബട്ടൺ കൂടി കാണുവാൻ സാധിക്കും. VVPATൻ്റെ ഓൺ പൊസിഷൻ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഇന്നർ ഡോറും ഔട്ടർ ഡോറും തുറന്നു വെച്ചിരിക്കുന്നു. മോക്ക് പോൾ നടത്തുന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്നർ ഡോറും ഔട്ടർ ഡോറുമുള്ള റിസൾട്ട് സെക്ഷൻ ഗ്രീൻ പേപ്പർ സീലും സ്പെഷ്യൽ ടാഗും ഉപയോഗിച്ച് നമ്മൾ സീൽ ചെയ്യണം. ചിത്രത്തിൽ കാണുന്നത് വിവിധതരം സീലുകളാണ്. മുകളിൽ കാണുന്നത് പിങ്ക് പേപ്പർ സീലാണ്. താഴെ ഗ്രീൻ പേപ്പർ സീൽ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കോമൺ അഡ്രസ് ടാഗ്, സ്പെഷ്യൽ ടാഗ് മുതലായവ. യൂസ് ചെയ്യുന്ന ഗ്രീൻ പേപ്പർ സീലിൻ്റെയും പിങ്ക് പേപ്പർ സീലിൻ്റെയും സീരിയൽ നമ്പറിനടുത്ത് പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഏജൻറ്റുമാരുടെയും ഒപ്പ് വാങ്ങേണ്ടതാണ്. അതുപോലെ അഡ്രസ് ടാഗിലും. സ്പെഷ്യൽ ടാഗിൽ സിഗ്നേച്ചർ പറയുന്ന സ്ഥലത്ത് സിഗ്നേച്ചറും കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ സൂചിപ്പിക്കുന്ന സ്ഥാനത്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പറും ഫിൽ ചെയ്യേണ്ടതാണ്. കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് സെക്ഷൻ്റെ ഇന്നർ ഡോർ തുറന്ന് അതിനകത്തുകൂടി ഗ്രീൻ പേപ്പർ സീൽ കയറ്റേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ
എ ഭാഗം മുകളിലും ബി ഭാഗം താഴെയും വരുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണെങ്കിൽ മുകളിലുള്ള റിസൾട്ട് ബട്ടണ് ചുറ്റും പച്ച നിറത്തിലും താഴെയുള്ള പ്രിൻ്റ് ബട്ടണ് ചുറ്റും ചുവന്ന നിറത്തിലുമുള്ള കളർ കാണുവാൻ വേണ്ടി സാധിക്കും. തുടർന്ന് ക്ലോസ് ബട്ടണ് ചുറ്റും സ്പെഷ്യൽ ടാഗ് വെച്ച് അവിടെ സീൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം റിസൾട്ട് സെക്ഷൻ്റെ ഔട്ടർ ഡോർ അടക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്രീൻ പേപ്പർ സീൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിലുള്ള എ ഭാഗം ആദ്യം താഴോട്ട് ഒട്ടിക്കുന്നു. അതിനുശേഷം താഴെയുള്ള ബി ഭാഗം അതിന് മുകളിലേക്ക് ഒട്ടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പേപ്പർ സീലിൻ്റെ സീരിയൽ നമ്പർ കാണാം. അതിന് മുകളിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പം പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പം കാണുവാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മുടെ റിസൾട്ട് സെക്ഷൻ്റെ മെയിൻ ഡോർ അടച്ച ഭാഗത്തുള്ള ഹോളിനകത്തു കൂടി ഒരു നൂൽ കയറ്റി അഡ്രസ് ടാഗ് വെച്ച് മെയിൻ ഡോർ നൂലുകൊണ്ട് കെട്ടുകയും കുറച്ച് അകലത്തിൽ വെച്ച് അഡ്രസ് ടാഗിൽ അരക്ക് പതിച്ച് സീൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അരക്ക് ഒരു കാരണവശാലും മെഷീനിൽ പതിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ VVPATൻ്റെ ഡ്രോപ്പ് ബോക്സും കൂടി അഡ്രസ് ടാഗ് വെച്ച് സീൽ ചെയ്യേണ്ടതാണ്. ഇതേപോലെ പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ VVPATൻ്റെ ബോക്സിനകത്തും കൺട്രോൾ യൂണിറ്റിൻ്റെ ക്യാരിയിങ് ബോക്സിനകത്തും അതുപോലെ തന്നെ ബാലറ്റ് യൂണിറ്റിൻ്റെ ക്യാരിയിങ് കേസിനകത്തും വെച്ച് അഡ്രസ് ടാഗ് വെച്ച് സീൽ ചെയ്യേണ്ടതാണ്. അഡ്രസ് ടാഗ് വെച്ച് സീൽ ചെയ്യുമ്പോൾ അതത് മെഷീനുകളുടെ വിവരങ്ങൾ അഡ്രസ് ടാഗിൽ ചേർക്കുവാനും പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പ് വാങ്ങാനും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കാനും മറക്കരുത്. എല്ലാവർക്കും ഒരു നല്ല പോളിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.